മക്കളെ നമ്മളെ മുത്തശ്ശിയുടെ വീട്ടിലെത്തി കേട്ടോ. മക്കളെ പാറു ലച്ചു, നിങ്ങളോടാ ഞാൻ പറയുന്നത്. നമ്മളെ മുത്തശ്ശിയുടെ വീട്ടിലാ പോകുന്നത്. അവിടെ കുറെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും തൊടാൻ നിൽക്കരുത് കേട്ടല്ലോ. നിങ്ങളങ്ങനെ വീട്ടിലൊന്നും തൊടാറില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നല്ല തങ്കപ്പെട്ട കുട്ടികളല്ലേ, എല്ലാം പറഞ്ഞതുപോലെ കേൾക്കുന്ന, ഒന്നും തൊടാത്ത നല്ല മക്കളല്ലേ. അതുകൊണ്ടാട്ടോ പറഞ്ഞേ. ഞങ്ങളെ പറ്റി എല്ലാം അറിയാം അല്ലേ അമ്മേ? ആ മതി മതി സംസാരിച്ചിരുന്നത്, എല്ലാവരും ഇറങ്ങിക്കേ. മക്കളെ നിങ്ങൾ നടന്നു കേട്ടോ, ഞാനും അച്ഛനും സുധാന്റിയും ഒക്കെ ബാഗ് എടുത്തോണ്ട് വരാം കേട്ടല്ലോ. ശരി അമ്മേ. അയ്യോ പപ്പീഷ് മോൻ ഇറങ്ങിയില്ലേ, അവനെവിടെ പോയി? അമ്മേ ഞാനിവിടെ പാറു ചേച്ചീന്റെ പിറകിലുണ്ടമ്മേ. മോനെ മോനില്ലേ പാറു ചേച്ചിയുടെ ഒപ്പം മുത്തശ്ശിയുടെ അടുക്കൽ പോയിക്കോട്ടോ. അമ്മ ബാഗൊക്കെ കൊണ്ട് പിന്നാലെ വരാൻ കേട്ടോ. ശരി അമ്മേ. എടിയില്ലേതേ, ഞാനിപ്പം കാർ ഇവിടെ ഒതുക്കി വെച്ചിട്ടല്ലേ ഉള്ളത്, ഞാൻ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ശരി ചേട്ടാ, ആയിക്കോട്ടെ. എടാ പപ്പീഷേ, നീ വേണേലേ എന്റെ പിന്നാലെ തന്നെ വന്നു കേട്ടോ. കുഷു നീ വരുന്നില്ലേ? ഹാടി ഇതാ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കൂട്ടാണ്ട് പോവാണോ? ഞാനുണ്ട് നിങ്ങളുടെ ഒന്നിച്ച്. പാറു, അപ്പാപ്പനെ നോക്കിയേ, അപ്പാപ്പനെ കൂർക്കം വലിക്കുന്നത് നീ കേട്ടോ? അപ്പാപ്പനെ നോക്കിട്ട് ചിരിക്കാനും വേണ്ട കേട്ടോ. വയസ്സാവുമ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാ. പാവം അപ്പാപ്പൻ. നീയും വയസ്സാവുമ്പോ ഇങ്ങനെ തന്നെയായിരിക്കും കിടന്നുറങ്ങുക. ഇതിലും വലിയ രീതിയിലായിരിക്കും കൂർക്കം വലിക്കുക. ഞാൻ ചുമ്മാ പറഞ്ഞതില്ലേ ഒരു ദിവസത്തിനും വേണ്ടിയിട്ട്. അതിന് മാത്രം നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്ക് മാത്രം അപ്പാപ്പനോട് സ്നേഹമുള്ളത്, ഞങ്ങൾക്കൊന്നും സ്നേഹമില്ല എന്നാണോ നിന്റെ വിചാരം? നീ പൊടി പാറു മരമക്കൾ.